മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമല്ലേ? അമ്മക്കിളിക്ക് സുഖമാണ്. ഇന്നത്തെ അമ്മക്കിളിയുടെ പുതിയ വീഡിയോ എന്താന്ന് നമുക്ക് നോക്കാം. ഇവിടെ അതൊരു പ്രത്യേക രീതിയിൽ അത് കാണുമ്പോൾ നല്ല രസമാകട്ടെ. ഇവിടെ ചെയ്യുന്ന കാര്യങ്ങള് വേനൽക്കാലത്ത് ചുമ്മാതെ കിടക്കുന്നതാണ്, എന്നാൽ പോലും അതായത് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ കെയർ ചെയ്യുന്ന എന്നൊക്കെ പറയാം. നല്ല രീതിയിലാകട്ടെ. അത് കണ്ടാൽ നമുക്ക് നല്ല രസം തോന്നും. നമ്മൾ നിന്നങ്ങ് നോക്കിപ്പോകും. ഇതെന്താണ് നമ്മൾ നോക്കുന്ന പോലെ സംഭവം എന്താണ്? ഇത് മിക്കവാറും എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കാര്യം ഈ വേനൽക്കാലം വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന, അല്ലാതെ നമ്മൾ പോയി ചെയ്യുക അതൊന്നും വേണ്ട. അത് ഓട്ടോമാറ്റിക് എങ്ങനെ അങ്ങ് പൊക്കോളൂ, എത്ര വേണേലും. നമുക്കതൊന്ന് കണ്ടാലോ ഇതെന്തുവാന്ന്. വാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മക്കളെ. പുല്ലിന് വെള്ളം ഒഴിക്കുന്ന കണ്ടോ? അത് ഫുള്ള് ഈ വലിയ പാർക്ക് മുഴുവൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. ഇതേ എനിക്കൊരു കൗതുകം തോന്നിയത് കൊണ്ട് ശരി നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഇതൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചതാ. ചിലർക്ക് ഇതെന്നെ വലിയ കാര്യമാണെന്ന് ചോദിക്കുമായിരിക്കും. കമ്മറല്ലേ പുല്ല് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഉഗ്രൻ സെറ്റപ്പ് കേട്ടോ. എല്ലാം ഓട്ടോമാറ്റിക്കാ കേട്ടോ. ആരും അത് പോയി ഒഴിച്ചുകൊണ്ട് നിൽക്കണമെന്നൊന്നുമില്ല. ഓട്ടോമാറ്റിക്കാ. ഇങ്ങനെ വെള്ളം വീണോണ്ടും. ഇതിനിടയ്ക്ക് എന്താണെന്നറിയാമോ, പിള്ളേരെല്ലാം വെള്ളം നനച്ചുകൊണ്ട് അതിനകത്തോട് ഇറങ്ങി ഓടുന്നുണ്ട് എല്ലാവരും. പിള്ളേർക്ക് ഒരു തമാശ. ഭയങ്കര തണുപ്പുള്ള വെള്ളമാണ്. എന്നാലും പിള്ളേർ കണ്ടില്ലേ പോകുന്ന പോക്ക്. പിള്ളേർ അതിനകത്തൂടെ ഓട്ട മത്സരം നടത്തുക. നല്ല രസമാണ്. വെയിൽ കാലത്ത് ഇച്ചിരി തണുത്ത വെള്ളം ദേഹത്ത് വീഴുമ്പോഴേ നമുക്ക് കാണാനും നല്ല ഒരു കൗതുകമായിട്ട് ഇങ്ങനെ നമ്മൾ നോക്കി നിന്ന് പോയി. ഇത് കാണാനേ കുറേ പേര് അവിടെ ഇങ്ങനെ നിൽക്കും. അതിങ്ങനെ ചാറ്റൽ മഴ പോലെ ആ സൈഡിലെല്ലാം ഇങ്ങനെ തെറിക്കുന്നത്. ഈ ഫോൾസിൽ നിന്ന് വെള്ളം തെറിച്ച് വരുമ്പോൾ എങ്ങനെയാണ് ഒരു അതുപോലെയാണ് ഇവിടെ നിന്നാൽ. അപ്പോൾ എല്ലാ പിള്ളേരും വലിയവരും കളിക്കുന്നവരുണ്ട് കേട്ടോ. അതിനിങ്ങനെ വെള്ളത്തിൽ കൂടെ കളിച്ച് എല്ലാം എൻജോയ് ചെയ്യും. അത് ഒരേ ലെവലിലല്ല പോകുന്നത്, പല ഡിസൈൻസ് അതിൽ വരും കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണ്. വേറെ രീതിയിൽ വെള്ളം ഒഴിക്കുന്നതും കണ്ടിട്ടുണ്ട്. കൃഷിത്തോട്ടത്തിൽ മാത്രമല്ല മക്കളെ, എല്ലായിടത്തും. കാര്യം ഇവിടെ സമ്മറാകുമ്പോൾ ഞങ്ങളെ വെച്ചുന്നുണ്ട് അതിനകത്ത് പോയി മഴ നനഞ്ഞിട്ട്. ഇവിടെ എല്ലാം മൊത്തമായി. ഇപ്പൊ മുമ്പേ 2-3 ഉള്ളായിരുന്നു. ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പിള്ളേരെല്ലാം അതിൽ കണ്ടില്ലേ കളിക്ക് നടന്നിട്ട്. ആഹാ. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നേ, അവിടെ ഇപ്പൊ പുല്ല് വെറുതെ കിടക്കുന്ന സ്ഥലമല്ല, ആ പുല്ലിന് പോലും ഒരു വളർച്ചയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തു വെക്കുന്നുണ്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നല്ല ഭംഗിയുണ്ട്. പക്ഷെങ്കിൽ നല്ല തണുപ്പ്, നല്ല ഹൈറ്റിലാ പോകുന്നത് മൊത്തം. ഇനി പാർക്കുകളെല്ലാം എല്ലായിടത്തും ഇങ്ങനെ അങ്ങ് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിട്ടേ ഇരിക്കും. എല്ലായിടത്തും അതിന്റെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഓരോരുത്തർ ഓരോ സ്ഥലം എവിടെ കണക്ഷൻ എന്ന് അറിയത്തില്ല നമുക്ക്. ഉണ്ടാ പിള്ളേരെല്ലാം നല്ല തൃപ്തിയായി കുളിക്കുക. നല്ല ചൂടല്ലേ, വലിയ തണുപ്പ് കാണത്തില്ല. കാര്യം ഇപ്പൊ സമ്മറല്ലേ. പലയിടത്തും ഇങ്ങനെ കൃഷി സ്ഥലങ്ങൾ ഇങ്ങനെ പല രീതിയിൽ വെള്ളം ഒഴിക്കും. ഇത് വെറുതെ കിടക്കുന്ന സ്ഥലമാ മക്കളെ. എന്നാൽ പോലും ഇതിനെല്ലാത്തിനും വെള്ളം ഒഴിച്ച് എല്ലാം ഭംഗിയാ വളരാൻ വേണ്ടിയിട്ട്, ചൂടുകൊണ്ട് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണിത്. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴും നമ്മൾ കാണുന്നുണ്ട് നല്ല നിറയെ ഡിസൈനുകളിൽ ഇങ്ങനെ വെള്ളം ചീറ്റിച്ച് വിടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് വലിയൊരു കൗതുകമായിട്ട് എല്ലാവരും യാത്ര ചെയ്യുന്നതേ ഇതൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ പോകുന്നവരും കൊണ്ട് മക്കളെ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ കണ്ട് രസിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. പ്രകൃതിയെ സ്നേഹിക്കുന്നവരും പിന്നെ ചെടി കൊടി മരങ്ങളെല്ലാം സ്നേഹിക്കുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര കൗതുകമായിരിക്കും. പിന്നെ ആ പാർക്കിൽ വന്നിരിക്കുന്നവർക്കും ചൂട് കൊണ്ട് ഇങ്ങനെ ഭയങ്കര വീർപ്പൂട്ടിയിരിക്കുന്നവരല്ലേ, അപ്പൊ അതിനൊക്കെ ഒരു ശമനം കിട്ടുകയും ചെയ്യും ഇത്. അപ്പൊ ഇതൊക്കെയാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നിങ്ങളെല്ലാവരും അമ്മക്കിളിയെ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ.